ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്രിസ്പി റവ ബോൾസ് ആയിട്ടാണ്. റവ കൊണ്ടാണ് നമ്മൾ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി സ്നാക്കാണ്. പുറത്ത് നല്ല ക്രിസ്പിയും അതേപോലെ തന്നെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഉണ്ടക്കുട്ടന്മാരെ ഉണ്ടാക്കണതെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് റവയാണ്. ഇവിടെ വറുക്കാത്ത റവ ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ ഈ റവ ഇട്ട് കൊടുത്തിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 1-2 മിനിറ്റ് വറുത്തെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ റവ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. 1/2 കപ്പ് റവയ്ക്ക് നമ്മൾ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതായത് എത്ര റവ എടുക്കുന്നുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കണം. ഒരു മാവ് പരുവത്തിൽ വേണം നമ്മളിത് ആക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ കണ്ടോ, നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല കട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ വേണം നമ്മളിത് ആക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ റവ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ച് ഉടച്ച് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഒത്തിരി ഉരുളക്കിഴങ്ങൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എരിവനുസരിച്ച് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ കുറച്ച് വ്യത്യാസം വരുത്തിയാൽ മതി കേട്ടോ. അതേപോലെ തന്നെ ഞാനിവിടെ സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്ക് അരിഞ്ഞിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ ചതച്ച മുളക് ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തോളൂ കേട്ടോ, അത് നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ആണ്. ഇപ്പോൾ കോൺഫ്ലോർ ഇല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് അരിപ്പൊടി ആയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളിവിടെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ വല്ല അംശം ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് പോയിട്ട് നല്ലൊരു മാവ് പരുവത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് കുഴച്ചെടുത്തിട്ടും വെള്ളത്തിൻ്റെ അംശം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ മൈദയോ കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കുറച്ചും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ മാവിൽ നിന്ന് കുറേശ്ശെയായിട്ട് കുഞ്ഞു കുഞ്ഞു ഉരുളകൾ എടുത്തിട്ട് നമുക്കൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ നമുക്കിതിൽ ഏത് ഷേപ്പ് വേണമെങ്കിലും ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ തന്നെ വേണമെന്നില്ല, നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്കിത് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ടാണ് ഇതേപോലെ ആക്കിയെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ എല്ലാ ബോൾസും റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമുക്ക് ഒരു ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാടില്ല കേട്ടോ ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പുറം സൈഡ് ഗോൾഡൻ ബ്രൗൺ കളറാവും, ഉൾഭാഗം അങ്ങനെ വെന്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈവണായിട്ട് എല്ലാ ഭാഗവും ഒരേ കളർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ എണ്ണയിൽ നിന്ന് ഇത് വറുത്ത് കോരാം. അങ്ങനെ നമ്മളുടെ റവ ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയൊക്കെ വറുത്തെടുക്കാം.
അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ വറുത്തെടുത്തിട്ടുണ്ട്. നല്ല രസമാണ് ശരിക്കും ഇത് കാണാനായിട്ട് തന്നെ. നല്ല കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് ചൂടോട് കൂടെ കഴിക്കുമ്പോഴാണ് ആ ക്രിസ്പിനെസ് ഉണ്ടാവുക കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് തണുക്കുമ്പോൾ ആ പുറത്തെ ക്രിസ്പിനെസ് പോയിട്ടുണ്ടാവും. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി സ്നാക്കായിരിക്കും കേട്ടോ ഇത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കും കൂടിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടും. താങ്ക്